അപകടം നടന്ന് 4 മണിക്കൂറിലധികം പിന്നിടുകയാണ്. ദുരന്തത്തിന് ശേഷം ഒരക്ഷരം ഉരിയാടാതെ പോയ വിജയുടെ ഭാഗത്ത് ഇപ്പോൾ തമിഴിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. തൻ്റെ ഹൃദയം തകർന്നു, അങ്ങനെയല്ലേ ജി പ്രസാദ് കുമാർ? ഹൃദയം തകർന്നു, താങ്ങാൻ കഴിയുന്നില്ല അല്ലേ? ഈ മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ട്. പരിക്കേറ്റവർക്ക് വേഗം സുഖം പ്രാപിക്കട്ടെ, ഇവരുടെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നു, വേഗം സുഖമാകാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് ട്രാൻസ്ലേഷൻ. ഐ എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് സിമ്പതീസ് ആൻഡ് കണ്ടോളൻസസ് ടു ദ ഫാമിലീസ് ഓഫ് അവർ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ലോസ്റ്റ് their lives in Karur. I pray for a speedy recovery for those undergoing treatment in the hospital എന്നതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. അതായത് വളരെ വേഗത്തിൽ അവർ സുഖം പ്രാപിക്കട്ടെ, താങ്ങാൻ കഴിയാത്ത ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നത്. ഇങ്ങനെയാണോ വിജയ് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ബാക്കി നേതാക്കന്മാരെല്ലാം മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെയും അധികാരത്തിലേക്ക് എല്ലാ നേതാക്കന്മാരും കരുതിക്കുമ്പോൾ വിജയ് ദുരന്തം ഉണ്ടാക്കിയതിനു ശേഷം അങ്ങനെ തന്നെ പറയേണ്ടി. നേരത്തെ കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ എൽ മുരുകന്റെ പ്രതികരണം ഉൾപ്പെടെ കണ്ടതാണ്. കോൺഗ്രസും CPM-ഉം തമിഴ്നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെടുന്നത് കണ്ടതാണ്. DMK 2 മന്ത്രിമാരെ അവിടേക്ക് അയക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുൻമന്ത്രി സെന്തിൽ ബാലാജി കരൂരിലെ MLA അവിടെ ആശുപത്രിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. TVKയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ ദുരന്തമുണ്ടായി, അതിനുശേഷം ഒരു വാക്കും ഉരിയാടാതെ സുരക്ഷ തനിക്ക് മാത്രമാണ് എന്ന് വിജയ് കരുതിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു വിജയുടെ എൻട്രി. ഈ ദുരന്തത്തോടുകൂടി തമിഴ് രാഷ്ട്രീയത്തിൽ വിജയുടെ റോൾ എന്ത് എന്ന ചോദ്യം അത് വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ്.